ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CTRനെ കുറിച്ചിട്ടാണ്. CTRനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം CTR അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ്. യൂട്യൂബ് വീഡിയോ നിർമ്മിക്കുന്ന എല്ലാവർക്കും CTRനെ കുറിച്ച് അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ ഗുണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എത്ര പേർക്ക് ഉപകാരമാവുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് എത്ര പേരിൻ്റെ മുന്നിൽ പോയിട്ട് അവർ എത്രത്തോളം നമ്മുടെ വീഡിയോസിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാം ഈ CTR മുഖേന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, യൂട്യൂബിൻ്റെ CTR വേറെയാണ്, അതായത് യൂട്യൂബ് വീഡിയോസിൻ്റെ CTR വേറെ, അതുപോലെ തന്നെ ആഡ്സെൻസിൻ്റെ CTR വേറെയാണ്. യാതൊരു ബന്ധവുമില്ല, രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ CTR എന്താണ്, ആഡ്സെൻസിൻ്റെ CTR എന്താണ് എന്നുള്ളതെല്ലാം വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇതൊരു കമൻറ്റ് വഴി വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ചത്. കാരണം ഇതിന് മുന്നും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഇന്നലെയാണ് ഒരു കമൻറ്റ് വന്ന് CTRനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോഴാണ് എനിക്കിത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യം അറിയുക വഴി നമ്മുടെ വീഡിയോസിനും അതുപോലെ തന്നെ ഏണിങ്സ് കിട്ടുന്നവർക്ക് ആഡ്സെൻസിനും എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇത് എവിടെ പോയിട്ടാണ് നമ്മൾ കാണേണ്ടത് എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ഈ CTR ആഡ്സെൻസിൽ വരിക എന്നാൽ നമുക്ക് CTR ആഡ്സെൻസിൽ കൂടുക വഴി ആഡ്സെൻസ് ഡിസേബിൾ ആയി പോകാനുള്ള കാരണമുണ്ട്. കാരണം CTR അധികരിക്കുക വഴി ആഡ്സെൻസിൽ നമ്മൾ ആഡ്സുകൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഈ CTR നമുക്ക് കുറയ്ക്കാൻ പറ്റുക. അത് എത്തരത്തിലാണ് എന്നെല്ലാം ഈ വീഡിയോ പറയും. ആദ്യം നമുക്ക് യൂട്യൂബിൻ്റെ CTR നോക്കാം. യൂട്യൂബ് CTR എന്തുകൊണ്ടാണ് യൂട്യൂബ് CTRൽ നമുക്ക് ഇത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ കമ്പനിയിൽ അതുപോലെ തന്നെ ടൈറ്റിലെല്ലാം വെച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ എത്ര 100 ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ 7 പേരാണ് അതിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ നമ്മുടെ CTR യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ ആ ഒരു CTR 7% ആവും. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ പ്രോഗ്രസിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാൻ നമുക്ക് ഈ CTR വഴി കഴിയുമെന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒന്ന് സജസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും തമ്പനയിൽ ടൈറ്റിലെല്ലാം നോക്കി നമ്മുടെ ഓഡിയൻസ് എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോസിനെ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്ന ആ ഒരു കാരണത്തിലാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് CTR കൂടുന്നത്. അപ്പം നമുക്ക് ആ ഒരു കൂടുന്ന CTR വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് ഓഡിയൻസിന് എത്രത്തോളം പ്രാധാന്യമാണ്, നമ്മുടെ കണ്ടന്റ് ചേഞ്ച് ചെയ്യണോ, നമ്മുടെ കണ്ടന്റ് ഇതിൽ തന്നെ തുടർന്ന് പോകുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്നെല്ലാം നമുക്ക് ഈ CTR വഴി നോക്കാൻ കഴിയുമെന്നുള്ളതാണ് യൂട്യൂബിൻ്റെ CTR. അപ്പോൾ യൂട്യൂബിൻ്റെ CTR നോക്കുക വഴി നമുക്ക് തമ്പനയിലും ടൈറ്റിലും നമ്മുടെ ചേഞ്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിലേക്ക് വ്യൂസ് കൊണ്ടുവരിക, അതായത് ക്ലിക്ക് ത്രൂ കൊണ്ടുവരിക. അപ്പോൾ യൂട്യൂബ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, റെക്കമെൻഡിലോട്ട് പോകുന്നുണ്ടോ അത്രത്തോളം ക്ലിക്ക് വരിക വഴി നമ്മുടെ വീഡിയോസ് ഗ്രോ ആവുന്നുണ്ടോ എന്നും കൂടി ഈ CTR വഴി നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ യൂട്യൂബിൻ്റെ CTR ഇതാണ്. ഇത്ര നിങ്ങൾ മനസ്സിലായി. അത് എങ്ങനെ നമുക്ക് ആ ഒരു CTR ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോ BTയിലാണ് നമ്മുടെ CTR ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡിയോ BTയിൽ നമ്മൾ ചാനൽ വീഡിയോസ് എടുക്കുക. ചാനൽ വീഡിയോ എടുത്ത ശേഷം നമുക്ക് ഓരോ വീഡിയോസിൻ്റെ CTR ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോസ് സെലക്ട് ചെയ്യുക. ഒരു വീഡിയോസിൽ ടാപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻസിലിൻ്റെ ചിഹ്നം, ഈ എഡിറ്റിൻ്റെ താഴെ തന്നെ അനലിറ്റിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസിന് വന്ന വ്യൂസ്, അതുപോലെ തന്നെ വാച്ച് അവേഴ്സ്, അതുപോലെ തന്നെ ആ വീഡിയോ കാണുക വഴി വന്ന സബ്സ്ക്രൈബ്സ്, 16 സബ്സ്ക്രൈബർ ഈ വീഡിയോ വന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും ഓരോ വീഡിയോസിനും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്താണ് റീച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ, ഇവിടെ കാണാൻ കഴിയും റീച്ച്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ എത്ര ക്ലിക്ക് ത്രൂ റേറ്റ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടെന്ന്, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമുക്ക് ഈ വീഡിയോ കിട്ടിയ ക്ലിക്ക് ത്രൂ റേറ്റ് CTR. ഈ വീഡിയോൻ്റെ CTR എന്ന് പറയുന്നത് 10.5%. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് 10.5% എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത CTR ആണ്, തരക്കേടില്ലാത്ത വ്യൂസ് ആണ്. ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടത് കൊണ്ട്, ഈ വീഡിയോ ഒരു അപ്ലോഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ കുറച്ച് സജസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു 10.5%-ൻ്റെ മേലേക്ക് വരുന്ന 10%-ൻ്റെ മേലേക്ക് വരുന്ന വീഡിയോസിനൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ആ സ്ഥാനത്ത് 10%-ന് താഴെ ഒരു 5%-ൻ്റെ താഴെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോസിൻ്റെ തമ്പനയിലും അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ഒരു CTR കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിർമ്മിച്ച് അപ്ലോഡ് ചെയ്യുന്നവർക്കെല്ലാം ഈ CTR ഉപയോഗിച്ച് ഈ CTRൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ വീഡിയോസിനെ ഒന്നും കൂടി ഇമ്പ്രസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഒരു CTR കൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിലുള്ള ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. യൂട്യൂബിൻ്റെ CTR ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക.
അപ്പോൾ യൂട്യൂബിൻ്റെ CTR-ഉം ആഡ്സെൻസിൻ്റെ CTR-ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ഒരു CTR കൂടുക വഴിയാണോ ആഡ്സെൻസിൽ പ്രശ്നം വരുന്നത് ഒരു കാരണവശാലും ചിന്തിക്കരുത്. ഇത് നമ്മുടെ വീഡിയോസിനെ ഇംപ്രസ് ചെയ്യാനും നമ്മുടെ വാച്ച് അവേഴ്സ്, നമ്മുടെ വ്യൂസ് കൂടാനുള്ള ഒരു രീതികൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെക്ക് ചെയ്യേണ്ടത് തമ്പനയിലും ടൈറ്റിലും നമുക്ക് എത്രത്തോളം അട്രാക്റ്റീവ് ആക്കണം, കാര്യങ്ങളെല്ലാം എത്രത്തോളം അടിപൊളിയാക്കണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു CTR നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി യൂട്യൂബിൽ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ CTR കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ കണ്ടന്റ് നല്ല രീതിയിലേക്ക്, നമ്മുടെ കണ്ടന്റ് അഥവാ ശരിയല്ല, നമുക്ക് അതുവഴി നമുക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് അടക്കം ചേഞ്ച് ചെയ്യണം എന്നുള്ളതും നമ്മുടെ തമ്പനയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലായി. അതാണ് യൂട്യൂബിൻ്റെ CTR. അത് നമുക്ക് അത്ര വലിയ പ്രോബ്ലം ഇല്ലെങ്കിലും നമുക്ക് ആഡ്സെൻസിൻ്റെ CTR നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആഡ്സെൻസിൻ്റെ CTR മനസ്സിലാക്കിയില്ല പറഞ്ഞാൽ നമുക്ക് ആഡ്സെൻസ് അപ്രൂവ് ആയി കഴിഞ്ഞാലും ഏണിങ്സ് വരുന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ ആഡ്സെൻസ് ഡിസേബിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ CTR നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആഡ്സെൻസിൻ്റെ പേജ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ആഡ്സെൻസിൽ CTR എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇതിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ആ ഒരു ഭാഗം ബ്ലർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന്, യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് നിരക്കാത്ത ഒരു കാര്യമാണ്. പലരും കാണിക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കിട്ടും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ പേജിൻ്റെ മുകളിൽ 3 ലൈൻ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹോം പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ ഹോം, ആഡ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പേജ് ഇപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു ഡേറ്റ്സിൻ്റെ ഇവിടെ 7 ദിവസത്തെ വേണോ 1 മാസത്തെ വേണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ലാസ്റ്റ് മന്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ഡേറ്റ് വൈസ് ഇങ്ങനെ കാണാൻ കഴിയും. മുകളിൽ നമുക്ക് ക്ലിക്ക് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്ലിക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CTR എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ CTR എല്ലാം ഓരോ ദിവസത്തെ എത്ര CTR എല്ലാം നമുക്കിവിടെ അക്യുറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആഡ്സെൻസിൽ, ഗൂഗിൾ ആഡ്സെൻസിൽ CTR നോക്കുക. അപ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് വഴി ഇത്ര CTR വരുന്നത് എങ്ങനെ മൈനസ് ചെയ്യാം എന്നെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത് പറഞ്ഞു തരാൻ. കാരണം അങ്ങനെ ഒരു CTR കുറവാക്കിയിട്ട് നമുക്ക് നമ്മുടെ CTR കമ്മിയാക്കാൻ, 15% കുറവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മുഖാന്തരം മനസ്സിലായി എങ്ങനെ CTR നമുക്ക് ഓരോ ഡേറ്റ്സ്, ഓരോ ആഴ്ചത്തെ എങ്ങനെ മനസ്സിലാക്കാം എന്നെല്ലാം ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അക്യുറേറ്റ് CTR ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ CTRൻ്റെ തോത് വർദ്ധിക്കാതെ നോക്കേണ്ടത് ഓരോ ആഡ്സെൻസ് വരുമാനം കിട്ടുന്നവരുടെയും കാര്യമാണ്, നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആഡ്സെൻസിൽ CTR എങ്ങനെ കൂടുന്നത് നോക്കാം. ആഡ്സെൻസിൽ CTR വരുന്നത് നമ്മുടെ വീഡിയോസിന് അഡ്വർടൈസ്മെൻറ്റ് വരികയാണെങ്കിൽ, നമ്മുടെ വീഡിയോസിന് അഡ്വർടൈസ്മെൻറ്റ് പരസ്യം വരുമ്പോൾ ആഡ് ഇംപ്രഷൻ എന്ന് പറയും. ആഡ് ഇംപ്രഷൻ വരുന്നത് ഈ പരസ്യങ്ങൾ വരുമ്പോൾ ഒരു 1000 പരസ്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു 150 ക്ലിക്ക് വന്നു. 150 ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആഡ്സെൻസിൻ്റെ ശതമാനം എന്നത് 15%. അതായത് 15% CTR ആയി. അപ്പോൾ ഈ 15% വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്, ആഡ്സെൻസ് ഡിസേബിൾ ആവുന്നു. 20, 22 വന്നു കഴിഞ്ഞാൽ, CTR ഒക്കെ വന്നു കഴിഞ്ഞാൽ ആഡ്സെൻസ് ബ്ലോക്ക് ആവും, ഏണിങ്സ് വരില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തയുണ്ട്. അപ്പോൾ 15% മേലെ CTR വരുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഇൻവാലിഡ് ക്ലിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസിൽ ഇൻവാലിഡ് ക്ലിക്ക് വരുന്നത് കൊണ്ടാണ് ആഡ്സെൻസ് ബന്ദ് ആവുമെന്ന് പറയുന്നുള്ളൂ. അത് ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ്. 100% ആവും എന്നല്ല. 6 മാസം 7 മാസത്തോളം ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകും. അതൊന്നും ഒരു വിഷയമായിട്ട് വരില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും കൂടുതൽ അധികരിക്കുക വഴി ഇൻവാലിഡ് ക്ലിക്ക്. ഇപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ തന്നെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ പരസ്യം കൂടുതൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏണിങ്സ് അധികരിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിലെല്ലാം ഇൻവാലിഡ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ചാനൽ മോണിറ്റൈസ് ആയത്, അതായത് പുതുതായിട്ട് ചാനൽ മോണിറ്റൈസ് 1000 സബ്സ്ക്രൈബറും 4000 അവേഴ്സ് വാച്ച് അവേഴ്സും ആയിട്ട് കംപ്ലീറ്റ് ചാനൽ റിവ്യൂവിന് പോയിട്ട് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വ്യൂസ്, പുതുതായുള്ള ചാനലായതുകൊണ്ട് വ്യൂസ് ഒന്നും അധികമായിട്ടുണ്ടാവില്ല. പക്ഷേ അത്തരത്തിലുള്ള വ്യൂസ് കുറവാണെങ്കിലും പരസ്യം കൂടുതലായിട്ടായിരിക്കും കാണിക്കുക. വീഡിയോസിലൊക്കെ പരസ്യം കൂടുതലായി കാണിക്കുമ്പോൾ ആ ഒരു കാണിക്ക വഴിയും CTR കൂടും. CTR അങ്ങനെ ഒരു ചാൻസും ഉണ്ട് കൂടാൻ. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ സ്വന്തം വീഡിയോസ് പരസ്യം വരുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ സ്വന്തമായി കാണുക. നമ്മുടെ വീഡിയോസ് നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ സ്വന്തമായി കാണുക വഴിയും ഇൻവാലിഡ് ക്ലിക്കാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് പലർക്കും ഉള്ള ചിന്തയാണ്, നമ്മുടെ മൊബൈലിൽ ഒരുപാട് ഇമെയിൽ ID എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഇമെയിലിൽ പോയിട്ട് നമ്മുടെ വീഡിയോസ് കാണാം എന്നുള്ള രീതികളിൽ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാണുകയാണെങ്കിലും ഇൻവാലിഡ് ക്ലിക്കാണ്, അതും CTR കൂടാൻ ചാൻസ് ആണ്.
അപ്പോൾ ഇത്തരത്തിൽ ഇൻവാലിഡ് ക്ലിക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പക്ഷത്ത് നിന്ന് ഒരു മെയിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ 30 ദിവസത്തിനാണ് ആഡ്സെൻസ് ഡിസേബിൾ ആക്കി വെക്കുക. അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാൻ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചിലവരൊക്കെ ചെയ്യാറുണ്ട്, 2-3 ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആഡ്സെൻസിലേക്ക് മാത്രം ലിങ്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ എല്ലാ ചാനലിൻ്റെ ലോഡും കൂടിയിട്ട് ഈ ഒരു ആഡ്സെൻസിലേക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻവാലിഡ് ക്ലിക്കും കാര്യങ്ങളെല്ലാം ഈ ആഡ്സെൻസിലേക്ക് വന്നിട്ട് നമ്മുടെ CTR, അതിലുള്ള CTR അധികരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാതിരിക്കുക. ഓരോ ചാനലിനും സെപ്പറേറ്റ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള ബന്ധുക്കളുടെ ആരുടെ നെയിമിൽ വെച്ചും ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു ചാനലിന് പറ്റുന്ന അബദ്ധങ്ങളെല്ലാം ഈ ഒരു ആഡ്സെൻസിൽ ബാധിക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ CTR കുറയ്ക്കാൻ എന്താണ് മാർഗം എന്ന് വിചാരിച്ചാൽ, നമ്മൾ ചില വീഡിയോസ് എല്ലാം വൈറലായിട്ടുണ്ടാകും. അത്തരത്തിൽ വൈറലായ വീഡിയോസിൻ്റെ സ്കിപ്പബിൾ ആഡ്സ് 1-2 ദിവസത്തിന് ഡിസേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ച ശേഷം ഒന്ന് സെർച്ച് ചെയ്യുക. ഒന്ന് ഗൂഗിൾ ആഡ്സെൻസിൽ പോയിട്ട് ഇതേപോലെ ആ വീഡിയോസിന് എത്രത്തോളം CTR ഉണ്ട് എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത ശേഷം പിന്നീട് അത് എനേബിൾ ചെയ്യുക. അങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യണം. അങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തിട്ട് CTRനെ ഏതൊക്കെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത് നോക്കിയ ശേഷം ഇതുപോലെ മെയിൻ്റെനൻസ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും ശ്രദ്ധിക്കുക. പുതുതായി ചാനൽ മോണിറ്റൈസ് ആയവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികവും കൂടുതൽ വരുന്നത് പുതുതായി ചാനൽ മോണിറ്റൈസ് ആയവർക്കാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. യൂട്യൂബിൽ എങ്ങനെയാണ് CTR, അതുപോലെ തന്നെ ആഡ്സെൻസിൽ എങ്ങനെയാണ് CTR, അത് എങ്ങനെ കണ്ടെത്താം എന്നെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇനിയും ഇതിനെ എങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്ത്, അതായത് ഇതിനെ എങ്ങനെ സ്കിപ്പബിൾ ആഡ്സിനെ ഡിസേബിൾ ചെയ്യാം, അത് എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.